ഞാൻ ഒരു കാര്യം പറയാം. അവിടെ ചെന്ന ആൾക്കാരെ മുമ്പ് വെച്ച് അത് വേണം ഇത് വേണമെന്നും പറഞ്ഞോളെ കേട്ടാ. എനിക്ക് ഇച്ചിരി നക്കിത്തനമൊക്കെ ഉണ്ട്, അതുകൊണ്ടാ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുന്ന. അല്ലേ, ഇയാളിത് ഇവിടെ വന്നിരിക്കുകയാണ്. ആ സാറേ, ഒരേ കറക്കം തന്നെ അല്ലേ? ആ ജീവിതം ഒന്നല്ലടാ ഉള്ളൂ, അടിച്ചു പൊളിക്കാന്നേ. ആഫീസിലൊന്നും പോണ്ടേ, വന്ന് കടലിന്റെ കാറ്റും കൊണ്ടോണ്ടിരിക്കുന്നു. എടീ, നമ്മളെ പോലെ തന്നെ അവരും അടിച്ചു പൊളിക്കട്ടുന്നേ ജീവിതം. ആ പൊളിക്കട്ട്. ഇന്ന് വളരെ ശാന്തമാണല്ലോ കടൽ, അല്ലേ? പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ തുടർന്ന് കൂട്ടിഞ്ഞാനൊരു കുമരക്കമ്പിൽ. ചോറൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഇത് എവിടെ പോയി? ഇതേ പിള്ളയിലും ഇല്ലേ? ഇതേ എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം നായ്ക്ക് നരയ്ക്കും പോലെ നരച്ച് പ്രേമിക്കാൻ നടക്കണ്. കൊന്നിട്ട് പോ, ഞാൻ വയസ്സായല്ലേ. ഓ പിന്നെ എനിക്കും പിള്ളേർക്കും പുറത്തിറങ്ങി നടക്കണം. സാറാണ് അത്ര സാറ്, വലിയ മാനി. വല്ല അറിഞ്ഞ എന്താ? ഇന്ന് മുതൽ ഒറ്റയ്ക്ക് ജീവിച്ചോ, ഞാൻ പോയി തരാം. എന്ത് നോക്കണത്? ഹലോ, ഞാനിവിടെ കടത്തിനടുത്തുണ്ട്. ഇവിടെ താൻ എവിടെ ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാ ഒന്ന് ഈ കായൽ കരയിൽ അല്ലെങ്കിൽ കടപ്പുറത്ത്, അല്ലേ? ഒന്നുകിൽ സാറിന്റെ പ്രായം അല്ലെങ്കിൽ സാറിന്റെ പദവി, ഇതൊക്കെ ഓർക്കണ്ടേ സാറേ? നിർത്ത്, നീ എന്നെ ഉപദേശിക്കാനാണോ വിളിച്ചു വരുത്തിയത്? അയ്യോ, ഉപദേശിക്കാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ലേ? പിന്നെ നിർത്ത്, മനുഷ്യനെ ഒരുമാതിരി. ഞാൻ ഏതാണ്ടെന്തോ മഹാപാപം ചെയ്ത കണക്കാണല്ലോ എല്ലാരും. നിർത്തി, ഇന്നത്തോടെ എല്ലാം നിർത്തി. പക്ഷേ സാറ് വീട്ടിൽ പോയിട്ട് എന്നെ ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോ. അത് ഞാൻ നോക്കിക്കോളാം. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. ഇത്ര സുന്ദരമായ അർത്ഥപൂർണമായ വരികൾ. ഇതേ 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 ഇവിടെ എവിടെ പോയി? ഇവിടെ ഒന്നും കണ്ടില്ല. താക്കോലുണ്ട്. ഇതേ പോയി ഒറ്റയ്ക്ക് ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു. എവിടെയെങ്കിലും പോയി വല്ല കടുങ്കയും ചെയ്താ ഈശ്വര? ഇല്ല, ഇടകളയിലും ഇല്ല. ഈശ്വര, ഇതിപ്പോ എന്താവും?
അവിടെ ആരും ഇല്ലല്ലേ? സാർ ഇങ്ങോട്ട് വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചെന്നേ ഉള്ളു. ആ, ഞാൻ സാറിൻ്റെ മോളെ വീട്ടിലുണ്ട്. സാർ ഇങ്ങോട്ട് പോരാ? ഞാനങ്ങോട്ട് വരാം. പ്രായം എത്രയായി? മനുഷ്യർ ഓരോരോ കുഴി വിളിച്ചെന്ന് ചാടും. കാണുന്നില്ലല്ലോ. മകളെ, അമ്മ എന്തേടാ മകളെ? മോനെ മോളെ. ആരാ നോക്കിയടാ? ആരാ? മക്കളെ, അപ്പൂപ്പനാടാ. ആരെയും കാണുന്നില്ലല്ലോ. എടാ മുത്തേ, അമ്മ ഇവിടെ വന്നാടാ. ഡാ, മക്കളെ, ഇതെന്റെ അപ്പൂപ്പനാടാ. അപ്പൂപ്പൻ. മോളെ, അമ്മ ഇവിടെ വന്നോ? മക്കളെ, എന്റെ കുഞ്ഞാര അപ്പ വന്ന് നിക്കണടാ. വല്ല കാര്യം ഉണ്ടായിരുന്നു സാറേ. എന്ത് പാടുപെട്ടാണ് ഇവളെയൊക്കെ കെട്ടിച്ചു കൊടുത്ത് ഒരു കരയെത്തിച്ച്. ഒരു ബഹുമാനമില്ല, സ്നേഹവും ഇല്ല. മോളെ, അമ്മ ഇവിടെ വന്ന മോളെ. ചത്തെന്ന് വിചാരിച്ചാണ്. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങോട്ടൊന്നും വരാൻ നേരമില്ലല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ. കറക്കല്ലേ. അതിനവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് വരില്ലല്ലോ അച്ഛാ. ഇഷ്ടം മനുഷ്യനെ ഇവിടെ നിന്നിരിക്കണ. ആ, വാ വാ വാ, പോ. ആ, പോവാന്ന്. പോവാതെ എന്ത് ചെയ്യാൻ? ജീവിച്ചല്ലേ പറ്റും. ഇത്ര പെട്ടെന്ന് പ്രശ്നം തീർന്നു. അപ്പം നമ്മൾ പുറത്തായ? ഇത്രേ ഉള്ളൂ ഇവരെ പ്രശ്നം. അതെ അതെ, മല പോലെ വന്നത് എലി പോലെ പോണത് കണ്ട. ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി മാഷ. ശരിക്കും എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? ശരിക്കും സാറൊരു ഐസ്ക്രീം മേടിച്ച് ഷെയർ ചെയ്തതാണ് പ്രശ്നം. ഐസ്ക്രീം കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിനിപ്പോ എന്താ കുഴപ്പം? ഐസ്ക്രീം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പകുതി കുടിച്ചിട്ട് പകുതി സഹപ്രവർത്തകർക്ക് കൊടുത്തു. ഇത് തിയേറ്ററിലിരുന്ന് ആരോ കണ്ടു. ഇത് നിന്റെ അമ്മയുടെ ചെവിയിലെത്തി. ഇതാണ് കാര്യം. അച്ഛാ, ഇതോടെ സാർ ഐസ്ക്രീം കഴിപ്പ് നിർത്തി. വല്ലപ്പോഴും കൂടി കടപ്പുറത്ത് പോകും. കടലും കണ്ട് കപ്പലണ്ടിയും കഴിച്ച് സന്തോഷകരമായി വീട്ടിൽ പോകും. അങ്ങനെയൊക്കെ എങ്ങ് പോകണം. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷം. എൻജോയ്. ചാടേ. നടക്കാൻ വയ്യെങ്കിൽ വീട്ടിൽ കിടക്കണം. കടല് കാണണം, ടൂറ് പോകണമെന്ന് പറഞ്ഞ് നടക്കരുത്. എവരിബഡി ഹാപ്പി. ഓക്കേ, കമോൺ കമോൺ. ചാടേ.